ഹലോ ഗൈസ്, കൊടൈക്കനാൽ പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് കാണാൻ വേണ്ടി പോവാണ്. റോട്ടിൽ കൂടെ പച്ചിനെ കണ്ടാൽ ഇപ്പൊ ഒരാൾക്ക് കാട്ടിയായിട്ടാ തോന്നുന്നു. പോണോയ്ക്ക് ഒരു കാർ അമ്പറമ്പറിന് കിടക്കുന്നുണ്ട്. ഇന്ന് മരണമൊന്നല്ലാന്ന് തോന്നുന്നു. ഈ ചെത്തുമ്പോ താഴെ കാണാണ് പൂമ്പാറ വില്ലേജ്. കാണാൻ അടിപൊളിയാണ്. മൂന്നാറിലെ വട്ടപ്പടയൊക്കെ പോലെ സ്ഥലമാണ്. താഴെ കാണുന്ന പാടത്ത് ഫുള്ള് വെളുത്തുള്ളി കൃഷിയാണ്. ഓടി ഓടി വണ്ടിക്ക് റെസ്റ്റിന് വേണ്ടി നിർത്തിക്കാണ്. അതിന്റെ ഇടയിൽ നമുക്കൊരു ഓയിൽ ചേഞ്ചിങ് നടത്തി. കട്ടൻ ചായ ഉണ്ടാക്കി വലിയ ഉസാറില്ല. നമ്മളെത്തിയപ്പോ പൂണ്ടി കയറ്റി അടിച്ച പോലെ കുടി കഴിക്കണം. അതിന്റെ അടുത്തുള്ള തടാകത്തിൽ മീനുണ്ടെന്ന് നോക്കണം യാസർ. പിന്നെ ഒന്നും നോക്കില്ല, മതിൽമ ഫോണും ചാലിച്ച് ഞങ്ങളൊരു ഡോഗ് ഷോ നടത്തി നോക്കി. നാളെ ഉച്ചക്ക് ചോറും സാമ്പാറാണ്. അതിനുള്ള സാധനങ്ങൾ വാങ്ങണ താജു. സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ റൂമിൽ പോവാണ്. ഇങ്ങനെ പോയ കാട്ടി ഞങ്ങളെ കൊമ്പിൽ കോർക്കും. റൂമിലെത്തിയപ്പോ കൂരാഞ്ചേരി മഴ തുടങ്ങിയിരിക്കണ്. മഴ തുറന്നപ്പോ അപ്പുറത്തെ റൂമിലുള്ള ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നമുക്ക് ഇന്ന് രാത്രി ഉണ്ടാക്കുന്ന മലഹൂത്താണ്. അംസക്ക് അറിയാത്തൊരു സാധനമല്ല ദുനിയാവില്. എന്താണ് മാഗി ക്യൂബ് ഇല്ലായിട്ട് അംസം നല്ല ഒളിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ഈ പൊട്ടൻപാടാ മാഗി ക്യൂബ് വാങ്ങാൻ പോവാണ്. കണ്ണും കേൾക്കാതെ ചെവിയും കാണാല്ല. അലാക്കിന്റെ കോട ക്യൂബില്ലാതെ ചോറുണ്ടാക്കി കോറിന് നമ്മള് തിരിച്ചു പോകുന്നു. ചോറ് വേഗണ്ട കേപ്പിൽ നാളേക്കുള്ള സാമ്പാർ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു. ഇതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. ഇതൊക്കെ കണ്ട എന്റെ പെണ്ണുങ്ങൾ രാജ്യക്കും അടുക്കളയുന്നു. ഈ മധുത്തിന്റെ രസരണി മലയങ്ങാട്ട് കൊന്നാൽ മതി. ഇനി നമ്മള് ഫോൺ കുറച്ചു നേരത്തിന് ഒഴിവാക്കി കാട്ടില്ല. സകല ഊക്കലിനുള്ള തിരിച്ചടി നമുക്ക് ഈ തന്നിക്കണ്. പാത്രം കഴുകല്. നാളെ പാത്രം കഴുകാനുള്ള മുതലാണ് ഈ കിടക്കണ്. രാവിലെ തന്നെ റിസ്ക് എടുക്കാൻ റസ്കും ചായ എടുത്തു. പിന്നെ 4-5 ആശ്രമം രാവിലെ തന്നെ വാക്കിങ്ങിന് ഇറങ്ങി. തടാകത്തിൽ രാവിലെ തന്നെ ചൂണ്ടക്കാർ അന്നദാനം തുടങ്ങിയിട്ടുണ്ട്. ഞാനും ജാസനും കുറച്ചേരം നോക്കി നിന്നു. അതിന്റെ ഇടയ്ക്ക് 2 മുയലെ റോട്ടിൽ കൂടെ ജോയിന്റ് അടിച്ചു വരുന്നുണ്ട്. ചില ചട്ടിയും മാത്രം പെട്ടിലേക്ക് നമ്മള് പോവാൻ നിൽക്കാണ്. ഈ മഴ തോരാൻ വേണ്ടി കാത്തു നിൽക്കുക. സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി അടുത്ത ലൊക്കേഷൻ പിടിക്കാണ്. പോണോയ്ക്ക് സെബർജില്ലി തോട്ടത്തിലൊന്ന് കയറി ഇറങ്ങി. പണ്ട് വല്യമ്മാന്റെ വീട് നിപ്പുമ്പളെ കുട്ടിയുന്ന സാധനമാണത്. ഇനി പോണ ഡോൾഫിൻ നോസ് പറഞ്ഞ ഒക്ലാച്ചിയ സ്ഥലത്തേക്കാണ്. എങ്ങനെയുണ്ടെന്ന് അവിടെ പോയി നോക്കാം. ഒരു 3 കിലോമീറ്ററോളം ഈ കുണ്ടനടിച്ച് കൂടി ഇങ്ങനെ ഇറങ്ങി പോകണം. ഈ 5 സെന്റ് പാറി 3 മൂല്യമാര് നിൽക്കണാണ് ഈ ഡോൾഫിൻ നോസ്. ഇറങ്ങിപ്പോയ ഉസാറൊന്നുമില്ല, കയറി പോരാന്. പട്ടിക തെക്കണമാരി കഥക്കുണ്ട്. സെബർജില്ലി തോട്ടം തിരഞ്ഞെടുക്കാണ് 2 കള്ളന്മാര്. ബാക്കിയുള്ള കള്ളത്തിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്.